സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എലീശായ്ക്ക് പ്രസവിക്കാനുള്ള സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോടൊന്ന് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിന്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിന്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് വിളിക്കാൻ അവർ ഒരുങ്ങി. എന്നാൽ അവന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആരും ഈ പേരിൽ വിളിക്കപ്പെടുന്നില്ലല്ലോ. അവൻ എങ്ങനെ വിളിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക ആവശ്യപ്പെട്ടു. യോഹന്നാൻ എന്നാണ് അവന്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിലെഴുതി. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം സക്കറിയായുടെ വായും നാവും തുറക്കപ്പെട്ടു. സക്കറിയ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. അവരുടെ അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം യൂദയായിലെ മലനാട്ടിലാകെ സംസാര വിഷയമാകുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവ ഹൃദയത്തിൽ സൂക്ഷിച്ചു. എന്നാൽ കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ ആശുപത്രിയിൽ ഒരു അമേരിക്കൻ സ്ത്രീയായ പേഷ്യന്റിനെ സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ജന്മദിനം ആഘോഷിക്കുകയില്ല, പക്ഷേ ഞാൻ ആഘോഷിക്കുന്നത് എൻ്റെ മാമോദീസായുടെ വാർഷികത്തിലാണ്. കാരണം അന്നാണ് ഞാൻ ദൈവത്തിൻ്റെ മകളായി തീർന്നത്. അതാണ് കർത്താവ് നിക്കോദേമോസിനോട് പറഞ്ഞതുപോലെ, നീ വീട്ടിൽ ജനിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് സ്വർഗപ്രവേശനത്തിന് അർഹമായ ജനനമുണ്ടായത് എൻ്റെ മാമോദീസായുടെ അവസരത്തിലാണ്. നാം ഓരോരുത്തരെയും സംബന്ധിച്ചും നമ്മുടെ മാമോദീസ ദിനം പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സ്നാപക യോഹന്നാന്റെ പരിച്ഛേദനം, നാമകരണം അല്ലെങ്കിൽ ദൈവവുമായുള്ള ഉടമ്പടി വെക്കുന്നതിൻ്റെ അനുസ്മരണയാണ്. സ്നാപക യോഹന്നാന്റെ തിരുനാൾ അല്ലെങ്കിൽ ജന്മദിനം തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. അത് ജൂൺ 24-നാണ്. കാരണം കർത്താവ് ജനിച്ചതിന് 6 മാസം മുൻപ് എന്നുള്ള കാരണത്താലാണ്. ഇന്ന് ഈ യോഹന്നാൻ ജനിച്ചതിന് ശേഷം 8-ാം ദിവസം, അതായത് യഹൂദ പാരമ്പര്യത്തിനനുസരിച്ച് 8-ന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. കാരണം 6 ദിവസം കൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, 7-ാം ദിവസത്തെ വിശുദ്ധീകരിക്കുന്നു, അങ്ങനെ എല്ലാം പൂർത്തിയാകുന്നു. 8 എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു പുനഃസൃഷ്ടിയാണ് സൂചിപ്പിക്കുക. അതുകൊണ്ട് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഉടമ്പടി ഒരു പുനഃസൃഷ്ടിയുടെ ഓർമ്മ ദിവസമാണ്. അബ്രാഹത്തിന് 99 വയസ്സ് പ്രായമുള്ളപ്പോൾ ദൈവം പറഞ്ഞു, ഇനിമേ നീ അബ്രാഹാം എന്നല്ല വിളിക്കപ്പെടുക, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. ഇനി മുതൽ നിന്റെ ഭാര്യ സാറായി എന്നല്ല, അവളുടെ പേര് സാറ എന്നായിരിക്കും. ആ പേരിനെല്ലാം ഓരോ അർത്ഥമുണ്ട്. പഴയ നിയമത്തിൽ വളരെ അർത്ഥപൂർണ്ണമായിട്ടാണ് പേര് കൊടുക്കുക. അതേ ദിവസം തന്നെ അബ്രാഹാം ഒരു കാര്യം കൂടി ചെയ്യണം. അബ്രാഹാമും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാ പുരുഷന്മാരും പരിച്ഛേദന ചെയ്യണം. അന്ന് ഇസ്മായിലിന് 13 വയസ്സ്. അപ്പോൾ ഇസ്മായിലിനെ പരിച്ഛേദന ചെയ്യുന്നു, അബ്രാഹാത്തെ പരിച്ഛേദന ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള പുരുഷന്മാരെ പരിച്ഛേദന ചെയ്യണം. കാരണം അത് ദൈവവുമായിട്ടുള്ള രക്തത്തിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയാണ്. അതിന് മുൻപ് ദൈവവും അബ്രാഹാമും തമ്മിൽ ഉടമ്പടി വെക്കുന്നതിന് മൃഗത്തെ കൊണ്ടുവരാൻ പറഞ്ഞ് 2ആയി മുറിച്ച് 2 സൈക്കോളായിട്ട് വെച്ചിട്ട് ദൈവം അഗ്നിയുടെ രൂപത്തിൽ അത് മധ്യത്തിലൂടെ കടന്നുപോയി. കാരണം പഴയ നിയമത്തിൽ ഒരു കൽപ്പന ഇതാണ്, ഒരു ഉടമ്പടി വെക്കുന്നതിന്റെ അർത്ഥം ഇതാണ്, ഒരു മൃഗത്തെ കൊന്ന് 2ആയിട്ട് മുറിച്ച് അതിന് നടുക്കൂടി അവർ കടന്നു പോകും ഉടമ്പടി വെക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, ഈ ഉടമ്പടി ലംഘിച്ചാൽ ഈ മൃഗം എങ്ങനെ വധിക്കപ്പെട്ടോ അതുപോലെ തന്നെ നമ്മൾ ശിക്ഷിക്കപ്പെടും. അപ്പൊ നമ്മുടെ പഴയ നിയമത്തിലെ ഒരു പാരമ്പര്യമാണ് 8-ാം ദിവസം പരിച്ഛേദന ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് സ്നാപക യോഹന്നാനെ 8-ാം ദിവസം പരിച്ഛേദന ചെയ്യുന്നു, ഈശോയെ 8-ാം ദിവസം പരിച്ഛേദന ചെയ്യുന്നു. ആ ദിവസമാണ് പേര് ഇടുക. പേരൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും, പക്ഷെ ഔദ്യോഗികമായിട്ട് പേരിടുന്നത് ആ ദിവസമായിരിക്കും. നമ്മൾ ഓരോരുത്തരും ശിശുക്കളായിരിക്കുമ്പോഴും ഇതുപോലെ തന്നെ ആ യഹൂദ പാരമ്പര്യം അനുസരിച്ച് 8-ാം ദിനം അല്ലെങ്കിൽ അതിനോടടുത്ത 7-ാം ദിവസം അല്ലെങ്കിൽ 9-ാം ദിവസം നമ്മുടെ മാതാപിതാക്കന്മാര് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് നമ്മളെ കാഴ്ചവെച്ചു. അവിടെ വെച്ച് പുരോഹിതനോട് പേര് പറഞ്ഞു കൊടുക്കും. അത് വല്യപ്പന്റെയോ വല്യമ്മയുടെ പേരായിരിക്കും, അതായിരിക്കും ഫസ്റ്റ് നെയിമായിട്ട് കൊടുക്കുക. ഒരുപക്ഷെ വെളിപ്പേരായിട്ട് പേരുകൾ ഉണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് ഈ കുടുംബത്തിൽപ്പെട്ട വല്യപ്പന്റെയോ വല്യമ്മയുടെയോ അല്ലെങ്കിൽ 3ാമത്തെ കുട്ടിയാകുമ്പോൾ ഇടവക മധ്യസ്ഥന്റെയോ മധ്യസ്ഥയുടെയോ
ഏതൊക്കെ പേരുകളായിരിക്കും കൊടുക്കുക. അപ്പൊ അതിനെല്ലാം ഓരോ അർത്ഥമുണ്ട്. അപ്പൊ അത് ഉടമ്പടിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നാപകയോഹന്നാൻ അവന്റെ മാതാപിതാക്കന്മാര് ദേവാലയത്തിൽ അല്ലെങ്കിൽ അവിടെ അവന്റെ ഭവനത്തിൽ വെച്ചായിരിക്കാം. കാരണം എലിസബത്ത് അവിടെ ഉണ്ട്. അവിടെ പരിശോധന നടത്തുന്ന പുരോഹിതന്മാർ അവിടെ വരുന്നു, പ്രാർത്ഥന ചൊല്ലും, പരിശോധന നടത്തും, വീണ്ടും പ്രാർത്ഥന ചൊല്ലി അത് അവസാനിപ്പിക്കും. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമ്മളും ദൈവവും തമ്മിൽ ഉടമ്പടി വെക്കുകയാണ്. ആ ഉടമ്പടി വെക്കുമ്പോൾ അതിന് വളരെ നാളിലേക്ക് നീട്ടിക്കൊണ്ടു പോകാനുള്ളതല്ല. കാരണം ആ നിങ്ങൾ കത്തോലിക്കനായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങളുടെ അവകാശമാണ് അവരെ ജന്മപാപത്തിൽ നിന്ന് വിമുക്തരാക്കി എല്ലാ പ്രവേശക ഉദാശകളും ജ്ഞാനസ്നാനവും സൈവലേപനവും വിശുദ്ധകുർബാനവും നടത്തിക്കൊണ്ട് സഭയുടെ പൂർണ്ണാംഗത്വത്തിൽ പ്രവേശിക്കുവാനുള്ള അവകാശം. അമേരിക്കയിലേക്ക് കുടിയേറി വന്നു കഴിഞ്ഞപ്പോൾ പല ആളുകൾ സൗകര്യാർത്ഥം അത് ഒന്നാമത്തെ ബർത്ത്ഡേക്കാക്കി, അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടികളുടെ ഉണ്ടായിട്ട് ഒന്നിച്ചാർത്താനുള്ളതാക്കി, ചിലപ്പോൾ 3 കുട്ടികളുടെ വരെ ഒരേ കുടുംബത്തിലെ മാമോദീസ നടത്തുന്ന രീതിയൊക്കെ വന്നുപോയി. പക്ഷെ അതല്ല, അത് ശരിയായ രീതി കാലനിയമപ്രകാരം സഭാ പ്രബോധനം അനുസരിച്ചും ഒരു ശിശു ജനിച്ചാൽ ഏതാനും ആഴ്ചകൾക്കകം തന്നെ ജ്ഞാനസ്നാനം നടത്തണം. പഴയ നിയമത്തില് പുരുഷന്മാർക്ക് 8-ാം ദിവസവും സ്ത്രീകൾക്ക് പെൺകുട്ടികളാണെങ്കിൽ 30 ദിവസത്തിനകവും നാമകരണം ചെയ്ത് ദൈവത്തിന് സമർപ്പിക്കും. പരിശീലനം ആൺകുട്ടികൾക്ക് മാത്രമാണ്. അവരിലൂടെയാണ് മറ്റുള്ളവരും ദൈവത്തിന്റെ ഉടമ്പടിയിൽ പങ്കുകാരാവുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഉടമ്പടി ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടി നമ്മൾ ലംഘിക്കാൻ പാടില്ല. കാരണം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പരിത്യജിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിത്യരക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളായിട്ട്, മകനായിട്ട്, മകളായിട്ട് മാതാപിതാക്കന്മാർ നമുക്കും പേര് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പേരിന് കാരണബോധനായ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയെ നമ്മൾ പഠിക്കുകയും ആ വിശുദ്ധന്റെ മധ്യസ്ഥം നമ്മൾ തേടുകയും ചെയ്യണം. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പേരുകൾ കൊടുക്കുക. ആ വിശുദ്ധനെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് അറിവ് കൊടുക്കണം. അതുകൊണ്ടാണ് സകലവിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ ആ കുഞ്ഞുങ്ങളോട് ആ വിശുദ്ധനെ കുറിച്ച്, വിശുദ്ധയെ കുറിച്ച് പഠിക്കാനും ആ വേഷത്തിൽ വരാനും ഒക്കെ പഠിപ്പിക്കുക. അതുകൊണ്ട് അവരുമായിട്ടുള്ള ആ വിശുദ്ധയും നമ്മുടെ കാവൽമാലാഖയും നമ്മൾക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് പോയ നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെയാണ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ ആനയിക്കുക. ഇവിടെ യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം ഗോഡ് ഈസ് ഗ്രേഷ്യസ് അല്ലെങ്കിൽ യഹോവയുടെ സമ്മാനം എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ അർത്ഥം വരുന്ന പേരുകളല്ല, വളരെ അർത്ഥപൂർണമായ ക്രിസ്തീയ നാമങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇവിടെ യോഹന്നാന്റെ ഈ ജ്ഞാനസ്നാന വേളയിൽ അവിടെ അയൽക്കാരെല്ലാം വന്ന് ആ മാതാപിതാക്കളോട് ചേർന്ന് സന്തോഷിച്ചു. കാരണം വാർദ്ധക്യത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്ഭുതകരമായിട്ട് ഒരു ശിശുവിനെ കൊടുത്തു. 100-ാമത്തെ വയസ്സിലാണ് അബ്രാഹത്തിന് ഇസ്ഹാക്കിനെ കൊടുത്തത് എങ്കിൽ ഇതുപോലെ തന്നെ സക്കറിയായും എലിസബത്തിനും വാർദ്ധക്യത്തിലാണ് ഒരു ശിശുവിനെ കൊടുത്തത്. പക്ഷേ ആ ശിശു ആരായിത്തീരുമെന്നതിനെ കുറിച്ച് അവർ അത്ഭുതപ്പെടുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ ആരായിത്തീരും എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരെ ദൈവത്തിന്റെ മക്കളായി ആത്മീയമായി ധാർമ്മികമായി വളർത്തിക്കൊണ്ട് വരുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മയുണ്ടായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം ഭയമുണ്ടായി. കാരണം സക്കറിയ ഇതുവരെ 9 മാസത്തിലധികമായി സംസാരിക്കാതെ മൂകനായി കഴിഞ്ഞു. ഇതാ ശിശുവിന് പേരിട്ട് കഴിഞ്ഞപ്പോൾ അവന് സംസാരിക്കാൻ കഴിയും. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ അവസരത്തിലാണ് ജനങ്ങൾക്കെല്ലാം ഭീതിയുണ്ടായി. ആ മലനാട്ടിലെങ്ങും അത് വലിയ സംസാര വിഷയമാവുകയും ചെയ്തു. എന്താണ് ഈ ഭയം എന്ന് പറയുന്നത്? ഒരു പാമ്പിനെ കണ്ട് പേടിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു വണ്ടി നമുക്ക് നേരെ എതിരെ വരുന്നത് കാണുമ്പോൾ പേടിക്കുന്നതല്ല. ഈ എന്ന് പറയുന്നത് റെവറൻഷ്യൽ ഫിയർ ആണ്. അതായത് ബഹുമാനത്തോടു കൂടിയുള്ള ഭയമാണ്. നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ ഒരു റെവറൻഷ്യൽ ഫിയർ, ബഹുമാനത്തോടു കൂടിയുള്ള ആദരവ്, ബഹുമാനം, അനുസരണം, വിധേയത്വം, ഇതാണ് അവിടെ സൂചിപ്പിക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരോട് ചേർന്ന് സന്തോഷിക്കുകയും അവരുടെ ഉയർച്ചയിൽ ആനന്ദിക്കുകയും അവരോട് സഹായിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ദൈവവുമായിട്ടുള്ള നമ്മുടെ ഉടമ്പടി നിലനിർത്തിക്കൊണ്ട് കർത്താവിന് വിധേയമായി ജീവിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ സഭയുടെ പ്രബോധനങ്ങൾക്ക് അനുസരിച്ചും നമ്മുടെ യൂത പാരമ്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേര് കൊടുക്കുവാനും മാമോദീസ നീട്ടിക്കൊണ്ട് പോകാതെ ഇരിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര വിശ്വാസ പരിശീലനം സമയോചിതമായി നൽകുവാനും നമുക്ക് പരിശ്രമിക്കാം.